വെൽക്കം ടു ദി കൊമേഴ്സ് കോഡ്. സോ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ടൈപ്സ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ ആണ്. സോ വിൽ ബി ഡീറ്റെയിലിംഗ് ഗോയിങ് ത്രൂ ഇറ്റ്സ് സ്ട്രക്ചർ, ഫീച്ചേഴ്സ്, ഡ്രോബാക്സ് ആൻഡ് ലോസ്. ഏത് ലോ ആണ് ആപ്ലിക്കബിൾ ആകുന്നത് എന്നുള്ള കുറച്ച് മെയിൻ പോയിന്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻഡ് ദിസ് ഈസ് റെലവൻറ്റ് ഫോർ ക്ലാസ് 12 CBSE ലീഗൽ സ്റ്റഡീസ് സ്റ്റുഡൻസ്, അതേപോലെ ലോ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ്, ആൻഡ് ഓൾസോ ഫോർ CA, CS, CMA ഒരു ഫൗണ്ടേഷൻ ലെവലിൽ ടു ഗെറ്റ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദി ഓവറോൾ business types in India. This can be used. Okay, so moving on with the very first type, that is sole proprietorship. So നമുക്കറിയാവുന്ന പോലെ sole proprietorship എന്ന് പറയുന്നത് is one of the most simplest and easy to start form of business ആണ്. Okay, so this is run by a single person, as the name itself suggests. Sole proprietorship എന്നാണ് അല്ലേ. So a single person is the owner. He'll be managing everything. He'll be taking out all the profit and he'll be bearing all the loss as well. So എല്ലാം തന്നെ it's like a one man army. ഒരാൾ മാത്രമാണ് ഇത് മൊത്തം ചെയ്യുന്നത്. Okay, so this is perfect for individual entrepreneurs starting small with minimal formality and maximum control. അപ്പം ഒരു മിനിമൽ ആയിട്ട് ഒരു ലാർജ് സ്കെയിൽ അല്ലാതെ സ്മോൾ സ്കെയിലും അതേപോലെ ഒരു എസ്പെഷ്യലി ഡേ ടു ഡേ യൂട്ടൻസിൽസ്, അതായത് ഈവൻ ഫോർ വെജിറ്റബിൾസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, അത് ഒരു വേഗം മൂവ് ആവുന്ന കുറേ പ്രൊഡക്ട്സിൻ്റെയൊക്കെ ഒരു ബിസിനസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു സ്റ്റാർട്ട് ആസ് എ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ജനറലി. ഓക്കെ, സോ let's see what are its features. Okay, the very first feature is single ownership. Okay, അതായത് ഇത് ഓൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ഒരേ പേഴ്സൺ ആണ്. ഇഫ് യു സീ ഇൻ കമ്പനി ഇറ്റ് ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. നമ്മൾ വിൽ ബി ഡീലിംഗ് വിത്ത് ഇറ്റ് ഫർദർ. അതായത് വി സേ കമ്പനി ഇസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി വിച്ച് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. ഓക്കെ, സോ പക്ഷെ ആ ഒരു കോൺസെപ്റ്റ് അല്ല സോൾ പ്രൊപ്പറേറ്റർഷിപ്പിലുള്ളത്. ദ കമ്പനി, ദി ബിസിനസ് ആസ് വെൽ ആസ് ദി ഓണർ ഇസ് ദി സെയിം. ഓക്കെ, ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ വൺ പേഴ്സൺ ആണ്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒന്നുമില്ല. ദി ഓണർ ആൻഡ് ദ ബിസിനസ് ഇസ് കൺസിഡർഡ് ടു ബി ദ സെയിം. Now, simple compliance. Minimal regulatory requirements are when it comes to sole proprietorship ഉള്ളത്. It is taxed as per the personal income basis ലാണ് ഇൻകം ടാക്സ് ആക്ടിൽ ടാക്സേഷൻ വരുന്നത്. ആൻഡ് ദിസ് ഇസ് വെരി ഈസി ടു രജിസ്റ്റർ. പ്രത്യേകിച്ച് ഒരു ഫോർമൽ രജിസ്ട്രേഷനും കാര്യങ്ങളൊന്നുമില്ല എക്സെപ്റ്റ് ഫോർ സർട്ടൻ കേസസ്. ദെൻ യു ഹാവ് GST മാൻഡറ്ററി ഓൺലി വെൻ ദ ത്രഷോൾഡ്, അതായത് 40 lakhs അല്ലെങ്കിൽ 20 lakhs ആ ഒരു ത്രഷോൾഡ് മീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ GST രജിസ്ട്രേഷൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ബട്ട് ഇഫ് അറ്റ് ഓൾ യു ആർ ഗോയിങ് ഫോർ സം ഫുഡ് റിലേറ്റഡോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദർ ആർ സെപ്പറേറ്റ് ലൈസൻസിങ് റിക്വയർമെൻറ്റ്സ്. പക്ഷേ ഇൻ ജനറൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആസ് എ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് യു ഡോണ്ട് നീഡ് എനി ഫോം ഓഫ് രജിസ്ട്രേഷൻസ്. ആൻഡ് അനദർ ഫീച്ചർ, an important feature is unlimited liability. നേരത്തെ പറഞ്ഞ പോലെ he has ഒരു ഓണർ ഓഫ് എ സോൾ പ്രൊപ്പറേറ്ററിന് എപ്പോഴും എന്തുണ്ട്, he is only owning the complete business, he has the complete control on decisions, അതേപോലെ he is managing everything, he'll get the entire profit. Similarly, if there is any loss, he is only person who should be bearing it completely. അപ്പം in case ആ ഒരു ബിസിനസ് ലോസ് ആയാൽ ആ ഓണറിൻ്റെ പേഴ്സണൽ അസറ്റ്സിൽ നിന്നും എടുത്ത് ആ ലയബിലിറ്റി തീർക്കാനുള്ള ഒരു ബാധ്യത, ഒരു റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്, ആ ഒരു ഓണറിനുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ വെരി സെയിം തിങ്. നമ്മൾ ഡ്രോബാക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇസ് ലാക്ക് ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ എ ബിസിനസ് അല്ലേ. സോ വെൻ എ സിംഗിൾ പേഴ്സൺ ഇസ് ഡൂയിങ് ഇറ്റ്, ആ ഒരു റിസോഴ്സ് വിൽ ബി ലെസ്. കാരണം ആ ഒരു വ്യക്തിക്ക് എത്രത്തോളം ഇടാൻ പറ്റുമോ, എത്രത്തോളം ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും മാത്രമേ വിൽ ഗെറ്റ് ഇൻ ദ ബിസിനസ്. നമ്പർ 2, സോ അതിനെ സ്കെയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സെക്കൻഡ് തിങ് ഇസ് ലാക്ക് ഓഫ് എക്സ്പെർട്ടീസ്. അതായത് ഈ ഒരു ഓണർ, ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് ഓണർ ഓഫ് ദി ബിസിനസ് ഇസ് എഡ്യൂക്കേറ്റഡ്, അല്ലെങ്കിൽ ഒരു MBA ഗ്രാജുവേറ്റോ അല്ലെങ്കിൽ ഹീസ് എക്യുപ്ഡ് ഇനഫ്, എക്സ്പീരിയൻസ്ഡ് ഇനഫ് ആവണം നിർബന്ധമില്ല. Then last is unlimited liability. നേരത്തെ പറഞ്ഞ പോലെ just like the person who is getting the entire profit, അതേപോലെ തന്നെ ലോസും കംപ്ലീറ്റ് ആയിട്ട് ആ വ്യക്തി തന്നെയാണ് ബെയർ ചെയ്യേണ്ടത്. Now, moving on to the second one, that is partnership firm. So ഇവിടെ unlike the sole proprietorship, the entire responsibility is being shared. അതേപോലെ the ownership is also shared. So what are the key features? 2 or more partners collaborate to share profits, ലോസസ് ആൻഡ് മാനേജ് ഡിസിഷൻസ്. അപ്പം നേരത്തെ ഒരു ബിസിനസ്സിൽ സോൾ പ്രൊപ്പറേറ്ററിൽ ഒരാൾ മാത്രമാണ് അത് മൊത്തം മാനേജ് ചെയ്യുകയും ഡിസിഷൻസ് എടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ ദർ ആർ 2 or more പേഴ്സൺസ്. അപ്പം 2 അതിൽ കൂടുതൽ ആൾക്കാരോ വേണം ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യാനായിട്ട്. സോ അൺലിമിറ്റഡ് ജോയിന്റ് ലയബിലിറ്റി ഫോർ ഓൾ പാർട്ട്നേഴ്സ് അൺലെസ് കൺവേർട്ടഡ് ടു LLP. സോ ദർ ഇസ് അനദർ കോൺസെപ്റ്റ് കോൾഡ് LLP, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. സോ ആ അൺലെസ് ഇറ്റ്സ് നോട്ട് എൻ LLP, ഇവിടെ അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ് വരുന്നത്.
That is, the partners are liable to pay the loss or debts of that company, of that business. Then flexible profit sharing arrangement based on partnership deed. So there is a concept of partnership deed. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് വിൽ ബി ബേസ്ഡ് ഓൺ ആൻ അഗ്രിമെൻറ്റ്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി റിട്ടൺ ഓറലിയും ആവാം, ബട്ട് ഇറ്റ്സ് ഓൾവേസ് ലീഗലി റെക്കമെൻഡ് ടു ബി റിട്ടൺ. അതായത് ഇറ്റ്സ് എ അഗ്രിമെൻറ്റ് ആസ് ടു ആരൊക്കെയാണ് പാർട്ട്നേഴ്സ്. ഇഫ് എ ബി ആൻഡ് സി ആർ പാർട്ട്നേഴ്സ്, ഇവർ ഇത്ര 3 പേരാണ് പാർട്ട്നേഴ്സ്, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇന്നതാണ്, 1:1:1 ആണെങ്കിൽ അങ്ങനെ. സോ ദാറ്റ് ഈസ് ദി എഗ്രിമെൻറ്റ്. ആ ഒരു എഗ്രിമെൻറ്റ് ബേസിസിലായിരിക്കും ആ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യുന്നത്. സോ ആരുടെ പാർട്ട്നേഴ്സിൻ്റെ റോൾ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ആ ഡീഡിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ദെൻ പൂൾഡ് റിസോഴ്സസ് ആൻഡ് എക്സ്പെർട്ടീസ് ഫ്രം മൾട്ടിപ്പിൾ കോൺട്രിബ്യൂട്ടേഴ്സ്. അതായത് ഈ ലാക്ക് ഓഫ് ക്യാപിറ്റൽ എന്ന നമ്മളൊരു ഡ്രോബാക്ക് വി ഹാഡ് സീൻ ഇൻ പാർട്ട്ണർഷിപ്പ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ. സോ ആ ഒരു ഡ്രോബാക്ക് ഇവിടെ എന്താവുന്നുണ്ട്, അത് മാറുന്നുണ്ട്. ആൻഡ് ഹിയർ പൂൾഡ് റിസോഴ്സസ്, കാരണം 2-ൽ കൂടുതൽ ആൾക്കാർ വരുമ്പോഴത്തേക്കും അത്രയും ക്യാപിറ്റലും അത്രയും എക്സ്പെർട്ടീസും അത്രയും നോളജും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ പൂൾഡ് റിസോഴ്സ് ആൻഡ് എക്സ്പെർട്ടീസ് ഫ്രം മൾട്ടിപ്പിൾ കോൺട്രിബ്യൂട്ടേഴ്സ്. ദെൻ വെൻ യു സീ ദ ലീഗൽ ഫ്രെയിം വർക്ക്, ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരമാണ് ഒരു പാർട്ട്ണർഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഹൈലി റെക്കമെൻഡഡ് ആണ്, ദോ നോട്ട് മാൻഡേറ്ററി. ഓക്കെ, ബിക്കോസ് ഓൺലി ഇഫ് യു ആർ രജിസ്റ്റേർഡ് ഓർ ഓൺലി ഇഫ് യു ആർ ബീങ് രജിസ്റ്റേർഡ് ലീഗലി, നമുക്ക് ലീഗലി കുറച്ച് റൈറ്റ്സ് എന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ. ദെൻ പാർട്ട്ണർഷിപ്പ് ഡീഡ് നമ്മൾ പറഞ്ഞു, ദർ ഇസ് എൻ എഗ്രിമെൻറ്റ് ആസ് ടു എങ്ങനെയാണ് ആ ഒരു പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ദെൻ ടാക്സേഷൻ, ടാക്സ്ഡ് ആസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി വിത്ത് പാർട്ട്നേഴ്സ് ഇൻഡിവിജ്വലി ടാക്സ്ഡ് ഓൺ ദെയർ ഷെയർസ്. സോ ഫൈനലി ഇതിൻ്റെ കുറച്ച് ഡ്രോബാക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോസിബിലിറ്റി ഓഫ് ഡിസ്പ്യൂട്ട്, കാരണം ഒരാളല്ല ഡിസിഷൻ എടുക്കുന്നത്, 3 പേരുടെ ഡിസിഷൻ ഉണ്ട്. സോ പോസിബിലിറ്റി ഓഫ് ഡിസ്പ്യൂട്ട് ഉണ്ട്, അൺലിമിറ്റഡ് ലൈബിലിറ്റി ആണ്, നോ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. So this is partnership and sole proprietorship. Baki types we can see in the next video.